ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ വിത്ത് എ നോർമൽ നിയർ പോയിന്റ് യൂസിങ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് ഫോക്കൽ ലെങ്ത് 8 mm ആൻഡ് ഐ പീസ് ഓഫ് ഫോക്കൽ ലെങ്ത് 2.5 cm can bring an object placed at 9 mm from the objective in sharp focus. What is the separation between the two lenses? Calculate the magnifying power of the microscope. നമുക്ക് ആദ്യം തന്നെ വരയ്ക്കാം. റഫായിട്ട് വരയ്ക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇവിടെ ആയിട്ട് നമ്മൾ എന്താണുള്ളത്? ഒബ്ജക്റ്റീവ് ലെൻസ്. ഇതെന്താണ്? ഇത് ഐ പീസ് ആണ്, കുറച്ചുകൂടി ലാർജറാണ്. ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഓക്കെ ആണല്ലോ? നമ്മൾ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്, നമ്മളൊരു ഒബ്ജക്റ്റ് ഇവിടെ അടുത്ത് വെക്കുന്നു അല്ലേ? എച്ച് ആണ് അതിൻ്റെ ഹൈറ്റ്. എച്ച് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് വെക്കുന്നു. ആ ഫസ്റ്റ് ലെൻസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, അതിനെ എന്താക്കി മാറ്റുന്നു? അതിൻ്റെ ഇമേജ് എച്ച് ഡാഷ് ആക്കി മാറ്റുന്നു, ഹൈറ്റ് എച്ച് ഡാഷ് ആക്കി മാറ്റുന്നു. ആ എച്ച് ഡാഷ് സെക്കൻഡ് ലെൻസിൻ്റെ ഒബ്ജക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഐ പീസാണത്. ഈ എച്ച് ഡാഷ് സെക്കൻഡ് ലെൻസിൻ്റെ ഒബ്ജക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. എച്ച് ഡാഷിനെ എന്താക്കി മാറ്റുന്നു? എച്ച് ഡബിൾ ഡാഷ് ആക്കി മാറ്റുന്നു. അപ്പോൾ എച്ചിനെ എച്ച് ഡാഷ് ആക്കി മാറ്റുന്ന ആൾ ഫസ്റ്റ് ലെൻസും എച്ച് ഡാഷിനെ എച്ച് ഡബിൾ ഡാഷ് ആക്കി മാറ്റുന്നത് സെക്കൻഡ് ലെൻസുമാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം അറിയണം. നമുക്ക് ഒരു കാര്യം, ഈ ഡിസ്റ്റൻസ് നമ്മൾ U1 എന്നാണ് എഴുതേണ്ടത്. ആ ഒബ്ജക്റ്റ് മുതൽ ഫസ്റ്റ് ലെൻസ് വരെയുള്ള ഡിസ്റ്റൻസിനെ U1 എന്ന് എഴുതും. ആ ഫസ്റ്റ് ലെൻസ് മുതൽ അതിൻ്റെ ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ് V1 എന്ന് എഴുതാം. ഫസ്റ്റ് ലെൻസ് മുതൽ അതുണ്ടാക്കുന്ന ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ് V1. ഈ എച്ച് ഡാഷ് സെക്കൻഡ് ലെൻസിൻ്റെ ഒബ്ജക്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ എച്ച് ഡാഷ് മുതൽ ഐ പീസ് വരെയുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് അതുകൊണ്ട് U2 എന്ന് ഡിനോട്ട് ചെയ്യാം. കാരണം ഈ എച്ച് ഡാഷ് ഇതിൻ്റെ ഒബ്ജക്റ്റാണ്. അപ്പോൾ ഇത് ഒബ്ജക്റ്റാണ് ഇതിൻ്റെ, അതുകൊണ്ട് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് U2 ആണ്. സൈൻ കൺവെൻഷൻ വേണ്ടി വരും. പിന്നെ ഫൈനൽ ഇമേജ് മുതൽ ഈ ഐ പീസ് വരെയുള്ള ഡിസ്റ്റൻസ്, സെക്കൻഡ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജ് ആണല്ലോ എച്ച് ഡബിൾ ഡാഷ്. അതെന്തായിട്ട് എടുക്കും? അത് നമ്മൾ V2 ആയിട്ട് എടുക്കും. ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. U1 V1, U2 V2 ഓർത്ത് വെച്ചേക്കണം. എന്നാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. തന്ന കാര്യങ്ങൾ ഇനി 1 by 1 ആയിട്ട് എഴുതാൻ പോവാണ്. നമുക്ക് ഇവിടെ F1 ആദ്യത്തെ ലെൻസിൻ്റെ ഫോക്കസാണ് F1 കൊണ്ട് ഉദ്ദേശിച്ചത്. ഫസ്റ്റ് ലെൻസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, അതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് എത്രയാണ് തന്നിട്ടുള്ളതെന്ന് പറയാമോ? ഫസ്റ്റത്തെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് 8 mm ആണ്. ശരിയല്ലേ? 8 mm ആണ്. രണ്ടാമത്തെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് 2.5 cm ആണ്. മില്ലിമീറ്ററും സെൻറ്റിമീറ്ററും ആണല്ലേ? ഞാനിപ്പോൾ തൽക്കാലം സെൻറ്റിമീറ്റർ ചെയ്യാൻ പോവാണ്. F1 8 mm. ഫസ്റ്റ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് 8 mm ആണ്. നമ്മളത് സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ 0.8 cm. മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കണമെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സെക്കൻഡ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് 2.5 cm ആണ്. F2 = 2.5. പോസിറ്റീവാണ്, കാരണം കോൺവെക്സ് ലെൻസുകളാണ്. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവാണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ക്യാൻ ബ്രിങ് ആൻ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് അറ്റ് 9 mm ഫ്രം ദ ഒബ്ജക്റ്റീവ്. U1 തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 9 mm എവേ ഫ്രം ഒബ്ജക്റ്റീവ് ലെൻസ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 9 mm എവേ ഫ്രം ഒബ്ജക്റ്റീവ് ലെൻസ്. അപ്പോൾ U1 എന്ന് പറഞ്ഞാൽ 9 ആണ്, mm ആണ്. സൈൻ കൺവെൻഷൻ പ്രകാരം -9 mm. ഈ ലെൻസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഒബ്ജക്റ്റ്. നമ്മൾ റെഫർ ചെയ്യുന്ന ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ നെഗറ്റീവും റൈറ്റ് സൈഡിൽ വരുമ്പോൾ പോസിറ്റീവും. നമ്മളിപ്പോൾ U1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെൻസാണ് റെഫർ ചെയ്യുക, അതാണ് റെഫറൻസ്. U1 ഈസ് നെഗറ്റീവ്,
-9 mm അഥവാ -0.9 സെൻറ്റിമീറ്റർ. മില്ലിമീറ്ററിന് ഞാൻ സെൻറ്റിമീറ്റർ ആക്കിയതാ, ഡിവൈഡിങ് ബൈ 10. ഫൈനൽ ഇമേജ് അറ്റ് ഷാർപ്പ് ഫോക്കസ് ഉദ്ദേശിച്ചത് 25 സെൻറ്റിമീറ്റർ എവേ ഫ്രം ഐ പീസ് ആണ്. അതുകൊണ്ടാണ് അവർ തുടക്കത്തിൽ തന്നെ 25 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത്. ഫൈനൽ ഇമേജ് V2 വരേണ്ടത് 25 സെൻറ്റിമീറ്റർ അകലെയാണ്. സോ V2 അല്ലേ, V2 ഈക്വൽ ടു -25 സെൻറ്റിമീറ്റർ. എന്തുകൊണ്ട് മൈനസ് എഴുതി? V2 എന്ന് പറയുമ്പോൾ നമ്മളെ സെക്കൻഡ് ലെൻസാണ് റെഫറൻസ്. സെക്കൻഡ് ലെൻസാണല്ലോ V2 ഉണ്ടാക്കുന്നത്. സെക്കൻഡ് ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ടാണ് V2 നെഗറ്റീവ് ആയത്. നമുക്ക് എന്താ വേണ്ടത്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ലെൻസസ്? V1ഉം U2ഉം കണ്ടുപിടിക്കണം. കാരണം V1 + U2 ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെൻസസ്. V1ഉം U2ഉം കാണണം. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാൻ പറ്റുന്നത്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. നമുക്ക് എവിടെ നിന്നെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. കാരണം U1 തന്നിട്ടുണ്ട് ഇല്ലേ? U1 തന്നിട്ടുണ്ട്. U1 തന്നതുകൊണ്ട് V1 അടുത്ത സ്റ്റെപ്പിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ്. പിന്നെ U2 എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. U1 തന്നിട്ടുണ്ട്, V2 തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ നമുക്ക് U1 ഫസ്റ്റ് ലെൻസ് റെഫർ ചെയ്താലോ? ഫസ്റ്റ് ലെൻസ് റെഫർ ചെയ്യാം. ഫസ്റ്റ് ലെൻസ് റെഫർ ചെയ്യുകയാണെങ്കിൽ 1/V1 - 1/U1 = 1/F1 ആണ്. നമുക്കവിടെ V1 കിട്ടും. 1/V1 = 1/U1 + 1/F1 ആണ്. ശരിയല്ലേ? വാല്യൂസ് ഇട്ട് കൊടുക്കുക. 1/U1 എന്ന് പറയുമ്പോൾ 1 - -0.9. U1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് 1/F1. F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8. ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, F1 0.8 ആണ്. കാൽക്കുലേഷൻ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്തു നോക്കാം. 0.9ന് 9/10 എന്ന് എഴുതാം, 0.8ന് 8/10 എന്ന് എഴുതാം. അങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാം. കാൽക്കുലേഷൻ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ അവ തമ്മിൽ ആഡ് ചെയ്യുക. വി ഗെറ്റ് 1/V1 അല്ലേ? ആഡ് ചെയ്ത് വരുമ്പോൾ 1/V1 കിട്ടുമല്ലോ. ദെൻ ടേക്കിംഗ് റെസിപ്രോക്കൽ. കാൽക്കുലേഷൻസ് സ്കിപ്പ് ചെയ്യാണ് കേട്ടോ ഞാൻ. നിങ്ങൾക്കത് പോസ് ചെയ്ത് നോക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ V1 ചെയ്ത് വരുമ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ V1 7.2 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് V1 റെഡി ആയിട്ടുണ്ട്. V1 എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഏത് ഡിസ്റ്റൻസ് ആണ് V1? ഈ ഡിസ്റ്റൻസ് V1 റെഡി ആയിട്ടുണ്ട്. ആ U2 കൂടി കിട്ടിക്കഴിഞ്ഞാൽ V1 + U2 ചെയ്താൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെൻസസ് ആയി. നമ്മൾ സെക്കൻഡ് ലെൻസ് റെഫർ ചെയ്യുക. സെക്കൻഡ് ലെൻസ് ഇക്വേഷൻ 1/V2 - 1/U2 = 1/F2 ആണ്. U2 കാണാൻ പറ്റും. ഇത് അറേഞ്ച് ചെയ്യാൻ അറിയാലോ. 1/U2 = ഒന്ന് അറേഞ്ച് ചെയ്തേ. 1/V2 - 1/F2. 1/V2 - 1/F2 വരും. V2 എന്താണ്? V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -25 അല്ലേ? ശരിയല്ലേ? V2 എന്ന് പറഞ്ഞാൽ -25 - 1/F2. F2 എന്ന് പറഞ്ഞാൽ 2.5 ആണ് അല്ലേ? ചെയ്യാനറിയാലോ. 2.5നെ 25/10 എഴുതാം. ദെൻ ഇത് ചെയ്യുക. അപ്പോൾ 1/U2 കിട്ടും. എഗെയിൻ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. വി ഗെറ്റ് 1/U2. റെസിപ്രോക്കൽ എടുക്കുക. 1/U2 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് റെസിപ്രോക്കൽ എടുക്കാൻ പറ്റുമല്ലോ. റെസിപ്രോക്കൽ എടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ -2.27 സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ അങ്ങനെ നമുക്ക് U2ഉം കിട്ടി. നമുക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലായോ? നമുക്ക് വേണ്ടത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെൻസസ്. ഈ രണ്ട് ലെൻസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. സോ അതിവിടെ എഴുതാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെൻസസ്. ആ പിക്ചർ നോക്കിയാൽ മതി, ബൈ ഹാർട്ട് ആക്കേണ്ട ആവശ്യമില്ല. V1 + U2.
V1 പ്ലസ് U2. V1 നമുക്ക് 7.2 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. U2 മൈനസ് 2.27 ആണ്. പക്ഷേ ഡിസ്റ്റൻസ് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഡിസ്റ്റൻസ് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് സൈൻ പറയണ്ട. 2.27. നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണമെങ്കിൽ ഒരു മോഡുലർ സൈൻ ഇട്ട് വെച്ചോ. ഡിസ്റ്റൻസ് അല്ലേ, ശരിയല്ലേ? ഇത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 9.47 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാൽക്കുലേഷൻ പറയുന്നില്ല. 9.47 സെൻറ്റിമീറ്റർ ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെൻസസ്. ഇനി മാഗ്നിഫയിങ് പവർ കാണാൻ പറയുന്നുണ്ട്. മാഗ്നിഫയിങ് പവർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ ഇൻറ്റു സെക്കൻഡ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ. ഫസ്റ്റ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ ഇൻറ്റു ഐ പീസിൻ്റെ മാഗ്നിഫിക്കേഷൻ, അങ്ങനെയാണ് വരാം. ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ V1/U1 അറിയാലോ, പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ V2/U2 ആണ്. വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുക. V1 ഒക്കെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു മുമ്പ് 7.2. U1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. U1 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ്. -0.9. നമ്മൾ നെഗറ്റീവ് സൈനൊന്നും നോക്കുന്നില്ല. U1 0.9 ആണ്. നെഗറ്റീവ് സൈൻ ഒഴിവാക്കുകയാണ്. നമുക്ക് സൈനിൻ്റെ ആവശ്യമില്ല ഇവിടെ. V2 നമുക്ക് 25 സെൻറ്റിമീറ്റർ. നെഗറ്റീവ് സൈൻ നോക്കുന്നില്ല. U2 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. U2 2.27. നെഗറ്റീവ് സൈൻ നോക്കുന്നില്ല. മൾട്ടിപ്ലൈ ചെയ്യുക. എഗെയിൻ കാൽക്കുലേഷൻ സ്കിപ്പ് ചെയ്യാണ്. ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 88 ആണ്. ഓക്കെ ആണല്ലോ? 88 ആണ് ആൻസർ വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം.